ശബരിമല കൊള്ളക്കേസ്, സ്വർണ്ണ കൊള്ളക്കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. SIT അതിന് വേണ്ടത്ര ഒരു സ്പീഡിൽ പോകുന്നില്ല എന്നുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ മെല്ലെപ്പോക്ക് ആണെങ്കിൽ പോലും എടുക്കുന്നതെല്ലാം വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് അന്വേഷണം നല്ല രീതിയിൽ പോകുന്നതാണ്. ഇപ്പൊ പത്മകുമാറിന് ജാമ്യം കിട്ടിയിട്ടില്ല ഇപ്പൊ. പക്ഷെ എന്നിട്ടും CPM പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അന്തസ്സുണ്ട് ഈ CPM-ന്? ഇത്രയുമായിട്ട് വീണ്ടും ജാമ്യം നിഷേധിക്കുന്നു, എന്നിട്ടും പാർട്ടി അയാളെ പൊതിഞ്ഞു പിടിക്കുന്നു. ഇതിൽ നിന്ന് ആൾക്കാർക്ക് എന്തായാലും വ്യക്തമായി മനസ്സിലാവും, ഇത് പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ ആ ദൈവതുല്യന്റെ പേര് അടുത്ത നിമിഷം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ CPM-ന് ഭയമുണ്ട് എന്ന് തന്നെയാണ്. അപ്പോ CPM-ന് അറിയാം, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് അറിയാമായിരിക്കും, ഗോവിന്ദ മാസ്റ്റർക്ക് അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാം ആരാണ് ആ ദൈവതുല്യനെന്ന്. ഇനി ഇവരിൽ ആരാണെന്ന് അതെല്ലാം ഇനി പത്മകുമാർ വാ തുറന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ദൈവതുല്യൻ ആരായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആരാകാനാണ് സാധ്യതയെന്നും. അതെ, ആരാകാനാണ് സാധ്യത, ആരൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം, സാധ്യതയെന്നും എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ CPM-ന് മര്യാദയ്ക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ദൈവതുല്യൻ പോവും, അത്രേ ഉള്ളൂ. ഇപ്പൊ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി, ശക്തമായും ധീരമായും എടുത്ത നടപടി, അതുകൊണ്ട് എന്താ കുറച്ച് ആൾക്കാര് രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ എടുക്കരുതായിരുന്നു എന്ന് കുറച്ച് ദിവസം സംസാരിച്ചുവെങ്കിലും പിന്നീട് അവർക്കും ബോധ്യപ്പെടും എന്താണ് അത് ശരിക്കുള്ള നടപടിയായിരുന്നു, അതായിരുന്നു ശരി എന്നുള്ളത്. അതായത് ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്താൽ ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് വിമർശനങ്ങൾ ഉണ്ടാവുമെങ്കിലും കാലം തെളിയിക്കും അതായിരുന്നു ശരിയെന്ന്. ആ ഒരു ബുദ്ധി ഈ CPM-നില്ല. ഇപ്പൊ തൽക്കാലത്ത് ചിലപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടപടി എടുക്കാത്തത്, ഒരാളല്ല, ആ ദൈവതുല്യനായ ആളിന്റെ പേര് പുറത്തു വരുമ്പോൾ അതുമായി ലിങ്ക്ഡായി ഒരുപാട് പേരുകൾ വരുമായിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു ഉയർന്ന നേതാവാണ് എങ്കിൽ അത് പാർട്ടിയെ ഇതിനേക്കാൾ വലിയ പ്രതിരോധത്തിലെത്തിക്കും. അതെ, ഇവർ ഇതിന് പകരം എന്താണ്, അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ പതിയെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് പകരം അവിടെ ഇവിടെയും പോയി തപ്പിപ്പിടിച്ച് ഏതൊക്കെ കോൺഗ്രസ്സുകാരുടെ കൂടെ ഈ കള്ളന്മാര് നിന്നിട്ടുണ്ട് എന്ന് നോക്കി ആ ഫോട്ടോകൾ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് വേറൊരു BSP-യുടെ ഒരു നേതാവ്, രാജകുടുംബാംഗമായ ഒരാളുടെയും രമേശ് ചെന്നിത്തലയുടെയും ഫോട്ടോ ചേർത്ത് വെച്ച് അത് പ്രചരിപ്പിക്കുന്നു. ആരാ, മറ്റേ സ്വർണം വാങ്ങിച്ച കർണാടകക്കാരൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സാധാരണ ആൾക്കാർക്ക് ഇത് ഏതെങ്കിലും അവരത് അന്വേഷിക്കാൻ പോവോ, ഇത് ആരാ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നതെന്ന്? ഇല്ല, അവര് ആ രമേശ് ചെന്നിത്തലയുടെ കൂടെ ആ കള്ളം നിപ്പുണ്ട് എന്നല്ലേ കരുതുള്ളൂ. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ കോൺഗ്രസിനെ കൂടെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിച്ചിട്ടെന്ന് ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കാര്യം, ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ CPM-ഓ DYF-ഓ SFI-കാരോ ഒക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച വരുമ്പോൾ ഇവരുടനെ അടുത്ത് കൊണ്ടുവരും. പണ്ട് 1900 അന്ന് ഞങ്ങളെ ആ സഖാവിനെ ഈ കോൺഗ്രസ്സുകാരൻ ഉപദ്രവിച്ചു, കൊന്നു എന്ന് പറഞ്ഞിട്ട് പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇവരുടെ പണി. അതുപോലെ തന്നെ ഈ വിഷയത്തിലും കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. പക്ഷേ ഈ കടകംപള്ളിയുമായി വളരെ അടുത്തൊരു വ്യക്തിയുമായി വെറുതെ ഈ കാര്യങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പറയുന്നത് കടകംപള്ളിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, പക്ഷെ പത്മകുമാർ കള്ളനാണ് എന്ന മട്ടിൽ പറയില്ല. പത്മകുമാർ കള്ളനാണെന്ന് ഇനിയിപ്പോ കടകംപള്ളിയുടെ അടുത്ത ആള് പറയേണ്ട കാര്യമില്ലല്ലോ. അത് SIT അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് തന്നെയാണ്. ഇനി അറിയേണ്ടത് അപ്പൊ മറിച്ചൊരു ചോദ്യമുണ്ട്. പത്മകുമാർ കള്ളനാണ് എന്ന് കടകംപള്ളിയുടെ അടുത്ത സുഹൃത്തിന് അറിയാം, എങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഇപ്പോഴും നടപടി എടുക്കുന്നില്ല? എന്താ ഇതുവരെയും ഗോവിന്ദ മാഷിന്റെ താത്വിക അവലോകനം കഴിഞ്ഞില്ലേ? ഇല്ല, അവർ താത്വിക അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആരെയൊക്കെ ബാധിക്കുമെന്ന് നോക്കി വെയിറ്റ് ചെയ്യാണ്. ശിക്ഷിക്കപ്പെടണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ട ഒരാള് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ കേസിലല്ല മറ്റൊരു കേസിൽ, പോലീസിനെതിരെ ബോംബേറ് നടത്തിയ കേസിലെ പ്രതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജയിലിൽ കിടന്നുകൊണ്ടാ. അപ്പൊ അതാണ് ഈ പാർട്ടിയുടെ, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ പാർട്ടി വേറെ ലെവലാ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷെ എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ വലിയ രീതിയിൽ തന്നെയാണ് ഇതുവരെയും ബാധിച്ചിട്ടുള്ളത്. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് കടകംപള്ളിയോ VN വാസവനോ ആരൊക്കെ ആയാലും ശരി, ഇതിൽ പങ്കുള്ളവരെല്ലാം SIT-യുടെ അന്വേഷണത്തിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും
പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ ചേച്ചി, SITയുടെ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ SIT കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, എനിക്ക് SITയിൽ വലിയ വിശ്വാസമില്ല. CBIയോ EDയോ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. SIT വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈക്കോടതിയെ കൂടിയാണ് അങ്ങനെ അതിൽ പെടുത്തുന്നത്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണ് എന്ന് വെച്ചാൽ ആ ഒരു SIT ടീമിനെ മൊത്തത്തിലല്ല, എന്നാൽ പോലും പോലീസ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതാണ് എന്നുള്ളൊരു കാര്യം വെച്ചാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ആദ്യം ഹൈക്കോടതി, ഇതിന്റെ അകത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും SIT കേസ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകില്ല. എന്നിട്ട് സഖാക്കന്മാർ പറയുന്നത് എന്താണ്, ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഈ അന്വേഷണം ഇത്രയും നന്നായി നടക്കുന്നതെന്ന്. ഞങ്ങളുടെ സർക്കാർ എന്ന് അവർ അഭിമാനപൂർവ്വം പറയാണ്. പക്ഷെ അത് കോടതി കട്ടതും ഞങ്ങളുടെ സർക്കാരാണല്ലോ, അതുകൂടെ പറയണമല്ലോ. കോടതി പറയുന്നത് കൊണ്ട് മാത്രമാണ് SIT ഇത്രയും നല്ല രീതിയിൽ അന്വേഷണം പോകുന്നത് എന്നുള്ള കാര്യം ഇവന്മാർ മറന്നുപോകും. അല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയാണെന്ന് ഇരിക്കട്ടെ ശബരിമലയിൽ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറയാം ഞങ്ങളുടെ സർക്കാരാണ് നോക്കുന്നത്, കേസ് തെളിയും. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ കൊള്ളയാണ്. അത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന രണ്ടാം പിണറായി സർക്കാരിനെ അത് ബാധിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ SITയുടെ അന്വേഷണം ഒരു പരിധി വരെ ഒക്കെ അല്ല എന്ന് പറഞ്ഞതും മന്ദഗതിയിലാണ് എന്ന് പറഞ്ഞതും ഹൈക്കോടതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പോകുന്നത് തൃപ്തികരമാണ്. ഹൈക്കോടതി പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം, ഉന്നതരെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യണം. ഹൈക്കോടതിയാണ് പറയുന്നത് ഉന്നതരെ. അപ്പൊ എന്തോ ഒരു സംശയം ഉള്ളത് കൊണ്ടാണല്ലോ ഉന്നതരെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നേതാക്കളെന്നല്ല, ഉന്നതരെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാം, വളരെ വേഗത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ SIT കൊടുത്ത വിശദീകരണത്തിൽ പറയുന്നുണ്ട് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനൻ എന്നിവരുടെ പേരാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പങ്കജ് ഭണ്ഡാരി. ഇവരുടെ 3 പേരുടെ കാര്യമാണ് പറയുന്നത്. ഇവർ 3 പേരുമാണ് ഇതിന്റെ ഗൂഢാലോചനയിൽ നിലവിൽ SITക്ക് കിട്ടിയ ഒരു വിവരമൊഴികളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതിന്റെ അകത്ത് ഈ ഗോവർദ്ധനൻ എന്ന് പറയുന്നത് സ്വർണ്ണ മുതലാളി അല്ലെങ്കിൽ ഉടമയാണല്ലോ. അപ്പൊ അദ്ദേഹമാണ് ഈ സ്വർണം വാങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ആള് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് അറിഞ്ഞപ്പോ കുറ്റബോധം ഉണ്ടാവുകയും അങ്ങനെ തിരിച്ചു കുറെ പണം കൊടുത്തു എന്നൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് SIT ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അത് ദേവസ്വം ബോർഡിനല്ല കൊടുത്തിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ ദേവസ്വം ബോർഡ് അത് സ്വീകരിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തുമാത്രം സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം നമുക്കറിയാം. ഒരിക്കലും ശബരിമല, അത് വേറൊരു സാധാരണ ക്ഷേത്രമല്ല, ശബരിമല, പത്മനാഭ സംക്ഷേത്രം അതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ സർക്കാർ എന്ത് ഉറങ്ങുകയായിരുന്നു. ഇത് ഒരു ദിവസമോ 2 ദിവസം അല്ലെ 1 മാസമോ 2 മാസമോ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഈ കൊള്ള നടത്തിയതായിട്ടല്ല. കാരണം ഇത് ആദ്യം ഇങ്ങനൊരു പ്ലാൻ വരുന്നു. ആ പ്ലാൻ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾക്കായി അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ, ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ടാൽ ഉണ്ണികൃഷ്ണൻ എന്നൊരാളെ ബലിദാനിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. കാരണം ഇത് ആദ്യമല്ല, മുൻപ് തന്നെ പല കേസുകളിലും കൊല നടത്തും, അതിനുശേഷം ഇവർ തീരുമാനിക്കും ആര് ജയിലിൽ പോകണമെന്ന്. യഥാർത്ഥത്തിൽ ആ പരിപാടി ചെയ്ത ആൾക്കാർ വിലസി നടക്കുകയും നിങ്ങൾ അതുപോലെ ഉണ്ണികൃഷ്ണനെ നേരത്തെ തന്നെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതാണ്. വേറെ ബുദ്ധി കേന്ദ്രങ്ങളും എല്ലാം വേറെ ഉണ്ട്. അവരെല്ലാം ഇതെല്ലാം പ്ലാൻ ചെയ്ത് വൻ ആസൂത്രണത്തിൽ ആൾക്കാരെ എല്ലാം അവിടെ എത്തിക്കുകയും അതിനുശേഷം ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ മാത്രമേ ഇതിന്റെ മുകളിൽ വരുവുള്ളൂ എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇതെല്ലാം നടന്നിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. കാര്യം ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികം ചേച്ചി പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ശബരിമലയിൽ സ്വർണം കെട്ടതല്ല, അത് ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബലിയാടാക്കിയിട്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെടും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി ഇവരുടെ പ്ലാൻ മുഴുവൻ പൊളിഞ്ഞു. ഒരിക്കലും പത്മകുമാറിന് എല്ലാം അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പത്മകുമാറിനെ പാർട്ടി തള്ളിപ്പറയാത്തടത്തോളം ഉറപ്പിച്ചു പറയാം, ഉന്നതൻ എന്നല്ലെങ്കിൽ ദൈവതുല്യർ പുറത്തു തന്നെയുണ്ട്. ഇതിന്റെ വെറും അഭിനേതാക്കൾ മാത്രമാണ് ഇപ്പോൾ അകത്തുള്ളത്. ഇനി ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് സംവിധാനം ചെയ്ത ഒരാളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. അത് CPM-ന് ഏറ്റവും അടുത്ത ഒരാളാണ്. CPM-ന്റെ മാനസപുത്രനായിരിക്കാം, അല്ലെങ്കിൽ CPM-ന് ഏറ്റവും നയിക്കുന്ന ആളായിരിക്കാം. CPM-നെ നയിക്കുന്ന ആളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു CPM നേതാവാകാം, അല്ലെങ്കിൽ മുൻ മന്ത്രിയാകാം.
നിലവിലെ MLA ആകാം, ആര് വേണോ ആകാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും എന്താണ് കേരള പൊതുസമൂഹം തെരഞ്ഞെടുപ്പിൽ പോലും CPM വലിയ പരാജയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ LDF മുന്നണിക്കകത്ത് പോലും CPM വിമർശനം ഉണ്ടാകുമ്പോഴും പത്മകുമാറിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ CPM ആരെയൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ഉണ്ട്. പക്ഷേ ഈ കേസ് ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയവുമില്ല, ആ ഉന്നതന്റെ കയ്യിൽ അറസ്റ്റ് വീണിരിക്കും. എന്തായാലും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണേ എന്നാണ് അയ്യപ്പനോടുള്ള പ്രാർത്ഥന.